ഹലോ ഗൈസ്, ഇതെൻ്റെ അപ്പാച്ചി 200 4V. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ഭയങ്കര കോൾഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടാവില്ല. പക്ഷേ നമ്മൾ വണ്ടി ചോക്കിലിട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടാവും. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഹീറ്റായി കഴിയുമ്പോൾ വണ്ടി ഓടും. അത് നമ്മൾ പൊതുവേ കോൾഡ് സ്റ്റാർട്ടിങ് എന്ന് പറയും. എന്നിട്ട് ഓടിക്കഴിഞ്ഞ് നമ്മളൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഓടിക്കഴിഞ്ഞ ശേഷം വണ്ടി ഒന്ന് ഓഫാക്കി നിർത്തി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ സെയിം അവസ്ഥ, കോൾഡ് സ്റ്റാർട്ടിങ് പോലെ. നമ്മൾ സ്റ്റാർട്ടാക്കും, ചോക്കിലിടണം, സ്റ്റാർട്ടാക്കണം, കുറച്ച് നേരം വണ്ടി റേസ് ചെയ്തിങ്ങനെ ആവണം, എന്നിട്ട് പിന്നെ സ്റ്റാർട്ടാവും, പോകും, നിർത്തിയിട്ടാണ് ഇത് തന്നെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഒട്ടുമിക്ക ഈ അപ്പാച്ചിനും ഞാൻ ഈ ഒരു പ്രശ്നം കേട്ടിട്ടുണ്ട്. അപ്പാച്ചിനല്ലാതെ വേറെ 1-2 വണ്ടിയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ കൂടുതലായിട്ട് ഈ അപ്പാച്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം പല ആൾക്കാർക്കും പരിഹരിക്കാൻ അറിയില്ല. കാരണം അവർ പല ആൾക്കാരും നോക്കുന്നുണ്ട് എയർ ഫിൽറ്റർ ഇതായിട്ടായിരിക്കും സ്റ്റാർട്ടാവാത്ത. അല്ലെങ്കിൽ അധികം ആൾക്കാർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാർബറേറ്ററിൻ്റെ ഈ കാണുന്ന ഈ ഒരു ജെറ്റ് ഇത് റെഡിയാക്കാറാണ് പല ആൾക്കാർ ഇതൊന്ന് ട്യൂൺ ചെയ്ത് നോക്കും, റെഡി ആവുന്നുണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ട്. ചില ആൾക്കാർ കാർബറേറ്റർ മാറ്റും, എന്നിട്ടും ഇതേ അവസ്ഥ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ അത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ, പക്ഷേ അതൊന്നും അല്ലാതെ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ഹെഡ് ഉണ്ടല്ലോ, ഈ ഭാഗത്താണ്. അതായത് ഇപ്പോൾ ഈ വണ്ടി ഞാൻ എടുത്തതിന് ശേഷം, ഇതിൻ്റെ മുന്നേ ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇവിടെ ഹെഡിന് ടാപ്പറ്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി, ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് ഉണ്ടായിട്ടും അങ്ങനെ എന്തോ അവർ മാറ്റിയതാണ്. അപ്പോൾ വർക്ക്ഷോപ്പിലെ പണി അറിയാത്ത ആ ഒരു മണ്ടൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൾവ് ക്ലിയറൻസ് ഉണ്ടല്ലോ, ഇത് നല്ല ടൈറ്റാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്സിങ് കാര്യങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വാൾവ് ക്ലിയറൻസ് ടൈറ്റാണ്. അതാണ് നമ്മളെ വണ്ടിക്ക് മിസ്സിങ് വരുന്നത്. നമ്മൾ വണ്ടി എത്ര നിർത്തിയിട്ടിട്ട് പിന്നെ വണ്ടി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ മിസ്സിങ് അടിക്കും. പിന്നെ വണ്ടി ഹീറ്റാകുമ്പോൾ ഓടും. ഈ ഹീറ്റാകുമ്പോൾ ഓടുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെറ്റലൊന്ന് എക്സ്പാൻഡ് ആവുന്നതാണ്. അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് വരും. അപ്പോൾ നമ്മൾ വണ്ടി ഓടും. പിന്നെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ ഒന്ന് കൂളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ അവസ്ഥയ്ക്ക് തന്നെ എത്തും. പിന്നെയും ചോക്കിടണം, ഇതാക്കണം. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ സംഭവം ഇത് എക്സോസ്റ്റിൻ്റെയാണ് വരുന്നത്, അതല്ലാതെ ഇപ്പുറത്തും വരുന്നുണ്ട്. ഈ രണ്ടിലും നമ്മൾ ഇതിൻ്റെ ഒരു അളവുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇവിടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഇടയിൽ വരുന്നത് കാണാനില്ല. ഇതിൻ്റെ ഇടയിൽ വരുന്നൊരു മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. നമ്മൾ വർക്ക്ഷോപ്പിലും ഒട്ടുമിക്കതിലും മേടിക്കാൻ കിട്ടും. ഇതിൻ്റെത് വരുന്നത് 0.5 അങ്ങനെയൊന്നും കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഈ സ്ക്രൂ അഴിക്കുക, എന്നിട്ട് ടൈറ്റ് ആക്കിയിട്ട് അത് അതിൻ്റെ ഇടയിൽ വെച്ച് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഇതിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പോയിൻറ്റിൽ അത് വന്ന് കിടക്കുക. അത് മാത്രമല്ല, ഇതിൻ്റെ ഇവിടെ ഒരു പോയിൻ്റ് വരും കേട്ടോ. അതായത് ഈ പിസ്റ്റൺ മുകളിലോട്ട് പൊന്തിയിട്ട് നിൽക്കണം. അത് ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അത് കറക്റ്റ് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി നല്ല പിക്കപ്പ് കാര്യങ്ങളുണ്ടായിരിക്കും, മൈലേജ് ഉണ്ടായിരിക്കും, മിസ്സിങ് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല പവറും ഉണ്ടായിരിക്കും. അപ്പോൾ ഒട്ടുമിക്ക വണ്ടികൾക്കും ഇങ്ങനെ മിസ്സിങ് ഉണ്ടായിട്ട് മാറാതെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ എൻജിൻ പ്രശ്നമാണെന്നൊന്നും കരുതണ്ട. ഇതിപ്പോൾ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ് അഴിച്ച് ഏകദേശം ഒരു 1500 രൂപയുടെ അടുത്താവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ടൂൾസോ മെക്കാനിക്സൊക്കെ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഈ ഇവിടുത്തെ 4 സ്ക്രൂ അയക്കുക. ഇത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സാധനം മേടിച്ചിട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മെഡിക്കൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബ്ലേഡിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല, എന്നാലൊരു ഏകദേശം. പക്ഷേ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് രണ്ടാമതൊരു അഴിക്കേണ്ട ഒരു ആവശ്യം വരാതിരിക്കാൻ എപ്പോഴും ആ സാധനം മേടിച്ചിട്ട് വെക്കുക. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ പോയിൻ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത്. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി നല്ല പെർഫെക്റ്റായിട്ട് ഓടുകയും ചെയ്യും, എല്ലാം ഉണ്ടായിരിക്കും. ഇതൊരിക്കലും ഒരു നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ പല ആൾക്കാരും, ഞാൻ തന്നെ ഇതിനു വേണ്ടി ഒരുപാട് കാർബറേറ്റർ അങ്ങനെ ഇങ്ങനെ ചെയ്യലൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് യൂസ്ഫുൾ ആയപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഉപകരിച്ചോട്ടെ എന്ന് വെച്ചിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ താങ്ക് യു. ബൈ.